പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ നമ്മൾ ഏവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന റോയൽ റംബിൾ 2026 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ്. ഇപ്പോൾ നിലവിൽ 4 മത്സരങ്ങളാണ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ റോയൽ റംബിളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് റോയൽ റംബിൾ നടക്കാൻ പോകുന്നത്. അമേരിക്കയ്ക്ക് പുറത്ത് വെച്ച് നടക്കുന്ന റോയൽ റംബിൾ ആയതുകൊണ്ട് തന്നെ സമയത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇന്ത്യൻ ഓഡിയൻസിന്, അതായത് നമുക്ക് ഈ ഒരു ഷോ ലൈവ് കാണാൻ സാധിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ്. നെറ്റ്ഫ്ലിക്സിൽ പുലർച്ചെ ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച 12:30 മുതലാണ് റോയൽ റംബിൾ ലൈവ് ആരംഭിക്കുന്നത്. ഇനി നെറ്റ്ഫ്ലിക്സ് അല്ലാതെ മറ്റ് വെബ്സൈറ്റുകളിലൂടെ ലൈവ് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ആ ലിങ്ക് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ നെറ്റ്ഫ്ലിക്സിലല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിലൂടെ ലൈവ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി മാച്ച് കാർഡ് പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ മാച്ച് എജെ സ്റ്റൈൽസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. എജെ സ്റ്റൈൽസ് 2026 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്ന് 2025 സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊണ്ടും എജെ സ്റ്റൈൽസിൻ്റെ കരിയർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഈ ഒരു മത്സരം എജെ സ്റ്റൈൽസിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് ആയിരിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ടും ഈ മത്സരം കാണാനുള്ള ആവേശം വളരെ കൂടുതലാണ്. ഓൾറെഡി ഒരു റോ എപ്പിസോഡിൽ ഈ വർഷം തന്നെ ഗുന്തർ വേഴ്സസ് എജെ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരം നടന്നതാണ്. അന്ന് ചീറ്റ് ചെയ്തുകൊണ്ട് ഗുന്തർ എജെ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് എജെ സ്റ്റൈൽസ് ഇതിനൊരു പ്രതികാരം വീട്ടി റോയൽ റംബിളിൽ ഗുന്തറിനെ പരാജയപ്പെടുത്തി ഈ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു തലത്തിലായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. എജെ സ്റ്റൈൽസ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഗുന്തറിനെതിരെ പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിച്ചേക്കാൻ സാധ്യതകൾ ഏറെയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ എജെ സ്റ്റൈൽസ് വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എജെ സ്റ്റൈൽസ് വിജയിച്ച് ഗുന്തറിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. 2026 തന്നെ എജെ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും. പക്ഷേ റോയൽ റംബിളിൽ എജെ സ്റ്റൈൽസ് റിട്ടയർ ചെയ്യില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രൊഡിക്ഷനും എജെ സ്റ്റൈൽസിൻ്റെ ഒപ്പമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻഡയറും നമ്പർ 1 കണ്ടന്ററായ സാമി സെയിനും തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. സാമി സെയിൻ ഇക്കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ നമ്പർ 1 കണ്ടന്റേഴ്സ് ഫെറ്റിൽ ഫോർവേ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഡ്രൂ മാക്കിൻഡയറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഡ്രൂ മാക്കിൻഡയറിനെ ഇതുവരെ സാമി സെയിൻ 1-on-1 മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ള മോശപ്പെട്ട ഒരു കണക്കും സാമി സെയിൻ്റെ മുന്നിലുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് സാമി സെയിന് എപ്പോഴും വലിയ വരവേൽപ്പാണ് ആരാധകർ കൊടുക്കാറുള്ളത്. സാമി സെയിന് അവിടെ കളിക്കുന്ന മത്സരങ്ങളിലെല്ലാം സാമി സെയിൻ നല്ല പെർഫോമൻസും നല്ല വിജയങ്ങളും നേടിയെടുക്കാറുണ്ട്. അപ്പോൾ റോയൽ റംബിളിലെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാമി കുറേയധികം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു വേൾഡ് ടൈറ്റിൽ സാമിയെ തേടി വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് റസൽമേനിയ 42 വരെ ഡ്രൂ മാക്കിൻഡയർ ചാമ്പ്യൻ ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്നാണ്. അതിനർത്ഥം റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കിൻഡയർ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതകൾ ഏറെ എന്നുള്ളതാണ്. അപ്പോൾ സാമിയെ ഡ്രൂ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു പോയിൻ്റാണ്. അത് നമുക്ക് ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്താൽ മതി. ഡ്രൂ മാക്കിൻഡയറിനൊപ്പമാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് വുമൻസ് റോയൽ റംബിൾ മത്സരത്തെ സംബന്ധിച്ചാണ്. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് റോയൽ റംബിൾ നടക്കുന്നുള്ളത് കൊണ്ട് വുമൻസിൻ്റെ റിംഗ് ഗിയറൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് പ്രത്യേകം ചർച്ചകൾ നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ വുമൻസ് റോയൽ റംബിളിലേക്ക് ഇതിനോടകം തന്നെ ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വുമൻസ് റോയൽ റംബിളിന് പെർട്ടിക്കുലറായി ഒരു റെസ്ലറിനെ അവർ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആര് വിജയിക്കും എന്നുള്ളത് വലിയ ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ചോദ്യമാണ്. നിലവിൽ നമുക്ക് ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റും നിലവിൽ ആ റെസ്ലറുടെ ഒരു സ്റ്റോറി ഫോക്കസ് ചെയ്യുമ്പോഴും ലിവ് മോർഗന് വിജയ സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡിക്ഷൻ ലിവ് മോർഗൻ്റെ ഒപ്പമാണ്. ലിവ് മോർഗൻ റോയൽ റംബിളിൽ വിജയിച്ച് സ്റ്റെഫിനി വെക്കേറിൻ്റെ വേൾഡ് ടൈറ്റിലിന് റസൽമേനിയ 42 ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി ആയിരിക്കും അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ലിവ് മോർഗൻ തന്നെയാണ് ഇപ്പോഴും ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പേര്. അപ്പോൾ ആ ബെറ്റിംഗ് സൈറ്റുകളുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. ലിവ് മോർഗൻ വിജയിച്ച് റോയൽ റംബിളിലെ വുമൻസ് റോയൽ റംബിൾ വിജയി ആയി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം.
നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു മത്സരം മെൻസ് റോയൽ റംബിൾ മത്സരത്തെ സംബന്ധിച്ചുള്ളതാണ്. മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്ക് കുറേയധികം റെസ്ലേഴ്സ് ഇപ്പോൾ തന്നെ അവരുടെ എൻട്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുൻ ചാമ്പ്യന്മാരായ കോഡി റോഡ്സ്, ജെ ഊസോ അടക്കം ഹോൾ ഓഫ് ഫെയിമറായ റേ മിസ്റ്റീരിയോ പോലെയുള്ള റെസ്ലേഴ്സും ഇതിനൊന്നങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് ഇപ്പോൾ റോമൻ റീൻസും കൂടി എൻട്രി പ്രഖ്യാപിക്കുമ്പോൾ വലിയ ഒരു താരനിര റോയൽ റംബിളിലേക്ക് വരുന്നത് അതിൽ ആര് വിജയിക്കുമെന്നുള്ള ഒരു സംശയം ആരാധകർക്കുള്ളിൽ വരുന്നു. റോമൻ റീൻസ് ഇതിന് മുൻപുള്ള എപ്പിസോഡ്സിലൊന്നും വരാത്തതും റോയൽ റംബിളിന് ഒരു പ്രൊമോഷൻ കൊടുക്കാത്തതും, ഇനി റോമൻ റീൻസ് വന്നാൽ തന്നെ വിജയിച്ചാൽ തന്നെ ആർക്കെതിരെ ഇനി റോമൻ പോകുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ചോദ്യമാണ്. ബെറ്റിംഗ് സൈറ്റുകളുടെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ റോമൻ റീൻസ് വിജയിക്കുമെന്നാണ് അവർ എല്ലാവരും ഒരുപോലെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും റോമൻ റീൻസിൻ്റെ പേര് തന്നെ സെലക്ട് ചെയ്യുന്നു. റോമൻ റീൻസ് വിജയിക്കാൻ സാധ്യതകൾ ഏറെ എന്നുള്ളതാണ്. ഇനി റോമൻ റീൻസ് അല്ലാതെ മറ്റൊരു റെസ്ലറുടെ പേര് പറഞ്ഞാൽ അത് ബ്രോൺ ബ്രേക്കറുടെ പേരാണ് ഞാൻ പറയുക. കോഡി റോഡ്സിനോ ജെ ഊസോയ്ക്കോ അതുപോലെയുള്ള മറ്റ് റെസ്ലേഴ്സിനോ അവർക്കൊന്നും ഒരു വിജയസാധ്യത ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ റോമൻ റീൻസ് വിജയിച്ച് CM Punkന്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് റോമൻ റീൻസ് റെസ്ൽമേനിയയിലേക്ക് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇനിയൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് നമ്മൾക്ക് അറിയേണ്ടത്. ക്രിസ് ജെറീക്കോയുടെ ഒരു റിട്ടേൺ മെൻസ് റോയൽ റംബിളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിസ് ജെറീക്കോ മെൻസ് റോയൽ റംബിളിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത റെസ്ലറാണ്. ക്രിസ് ജെറീക്കോയുടെ ഒരു റിട്ടേൺ, ക്രിസ് ജെറീക്കോയെ ആരാണ് എലിമിനേറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ റെസ്ൽമേനിയയിലേക്ക് ഒരു ബിഗ് സ്റ്റോറി ക്രിസ് ജെറീക്കോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് റോയൽ റംബിൾ 2026 സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇനി കൂടുതൽ മത്സരങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ മറക്കരുത്, ഫെബ്രുവരി 1 പുലർച്ചെ 12:30, അതായത് ഈ ഞായറാഴ്ചയാണ് നമുക്ക് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ ലൈവ് കാണാൻ സാധിക്കുന്നത്. മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.